അന്ന് അനശ്വരയുടെ വീട്ടിൽ അവളുടെ കല്യാണാലോചന കേമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നീ ഇങ്ങനെ മുഖം കനപ്പിച്ചിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ എൻ്റെ അനു. നിന്റെ കല്യാണത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള ബോധമെങ്കിലും നിനക്കുണ്ടോ? വന്നവർക്ക് നിന്നെ ഇഷ്ടമായി, അവർക്ക് വേറെ ഡിമാൻഡുമില്ല. ചെക്കന് ടൗണിൽ നല്ല വലിയ ടെക്സ്റ്റൈൽസ് ഷോപ്പാണ്. നിന്നേക്കാൾ വയസ്സ് കുറച്ച് കൂടുതലാണെന്നല്ലേ ഉള്ളൂ. എന്നാലും എന്താ, നല്ല വരുമാനമുള്ള കടയാണത്. അന്വേഷിച്ചറിഞ്ഞെടുത്തോളം വലിയ കാശുള്ളവരാ. അല്ല, കാശിന് നമുക്കും കുറവുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ നിന്റെ ജാതകം ഒന്ന് ഒത്തുവരാൻ എത്രയായി കാത്തിരിക്കുന്നു. നോക്കിയപ്പോൾ നിന്റെ ജാതകവുമായിട്ട് 10-8 പൊരുത്തവുമുണ്ട്. ഇനി ഇതുപോലൊന്നും ഒത്തുവരില്ല മോളെ. പിന്നെ വലിയ വീടുമാണ് അവൻ്റേത്. വീട്ടിലിപ്പോൾ അമ്മയും അവനും മാത്രമേ ഉള്ളൂ. ഇവനാണ് ഏറ്റവും മൂത്ത മോൻ. വേറെ പെങ്ങന്മാരുടെയും അനിയന്റെയും എല്ലാം കല്യാണം കഴിഞ്ഞു. അച്ഛൻ മരിച്ചതിൽ പിന്നെ അനിയത്തിമാര് 2 അനിയനെയും ഒക്കെ നോക്കിയത് ഇവനാണത്രേ. അതുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ വൈകിയതെന്ന്. അവർക്ക് ഇത് എത്രയും പെട്ടെന്ന് നടത്തണം, അത്രേ ഉള്ളൂ. ഇനി നിന്റെ തീരുമാനം കൂടി ഒന്ന് അറിഞ്ഞാൽ മതി. പക്ഷെ നീ ഇങ്ങനെ ഒന്നും പറയാതെ ഇരുന്നാൽ എങ്ങനാ? അച്ഛനും അമ്മയും മാമനുമെല്ലാം വട്ടം കൂടി അവളുടെ തീരുമാനത്തിനായി ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ അനശ്വരയുടെ മൗനം എല്ലാവരെയും ക്ഷമ നശിപ്പിക്കാൻ പോന്നതായിരുന്നു. അവർക്കറിയാം അവളുടെ മനസ്സിൽ എന്താണെന്ന്. അതുകൊണ്ട് തന്നെ അല്പം ഭയവും എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. എന്താ മോളെ ഇത്? നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഇത്രയും പറയുന്നത്? ഈ കല്യാണം നടക്കുന്നത് കൊണ്ട് മോൾക്ക് നാളെ ജീവിതം സുരക്ഷിതമേ ആകൂ. നിനക്ക് നല്ലതല്ലാത്ത എന്തെങ്കിലും ഞങ്ങൾ ചെയ്യോ? അതുകൊണ്ട് അവളെ വരുതിയിലെത്തിക്കാൻ എന്ന പോലെ അവൾക്കരികിൽ ചേർന്നിരുന്നു കൊണ്ട് അമ്മാവൻ വാത്സല്യത്തോടെ പറയുമ്പോൾ അവൾ ആരുടെയും മുഖത്തു നോക്കാതെ പറയുന്നുണ്ടായിരുന്നു. എന്റെ ഭാവിയുടെ നല്ല നാളുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ ഇഷ്ടത്തിനല്ലേ പ്രാധാന്യം നൽകേണ്ടത്. അല്ലാതെ ഇപ്പോൾ വന്ന എന്നേക്കാൾ പ്രായമുള്ള ഒരുത്തന്റെ ആലോചന നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ അയാളെ ഞാൻ കെട്ടണമെന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ? നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം. ചെക്കന്റെ വെളുപ്പും വീടിന്റെ വലുപ്പവും ടെക്സ്റ്റൈൽ ഷോപ്പിലെ കച്ചവടവും പോക്കറ്റിലെ ഗാന്ധിയും കണ്ട് അവരെല്ലാം തികഞ്ഞവരാണെന്ന് കരുതി അവനെ തന്നെ കെട്ടാൻ നിർബന്ധിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ഓർത്തുകൂടെ? നാളെ അവനൊപ്പം ജീവിക്കേണ്ടത് ഞാനാണെന്നത്. അവന് വേണ്ടി ശരീരം മാത്രം നൽകുന്ന ഒരു പാവയായി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ മനസ്സുകൊണ്ട് ഒരാളെ ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും പിന്നെയും. പാതിയിൽ നിർത്തി അവളുടെ വാക്കുകളിൽ അല്പം ദേഷ്യവും നീരസവും ഉണ്ടായിരുന്നു. ഓ, അപ്പൊ അച്ഛനും അമ്മയും ഒന്നുമല്ല നിനക്ക് വലുത്. ഞാനാണെങ്കിൽ ഡയാലിസിസും ചെയ്തുകൊണ്ട് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിപ്പാണ്. അച്ഛൻ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ നിനക്കിപ്പോഴും ആ ക്രിസ്ത്യാനി ചക്കന്റെ സ്നേഹം മതിയല്ലേ? നമ്മുടെ കുടുംബത്തിൽ ഇന്നോളം ആരും മറ്റൊരു മതത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കുകയുമില്ല. കുറെ കാലമായി അവൾക്കൊരു ചെക്കൻ വന്നിരിക്കുന്നു. എന്ത് വിശ്വസിച്ചാടി ഞങ്ങൾ നിന്നെ അവന് പിടിച്ചു കൊടുക്കുക? അവനൊരു ജോലിയും കൂലിയുമുണ്ടോ? സ്നേഹം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുമോ? കല്യാണം കഴിഞ്ഞ് നീ അവന്റെ കൂടെ എങ്ങനെ ജീവിക്കും? ജോലിക്ക് പോകാത്ത അവന്റെ കൂടെ നിന്നെ പറഞ്ഞയച്ചിട്ട് നീ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടാനിറങ്ങുമോ? ആ സങ്കടം കൂടി പിന്നെ ഞങ്ങൾ കാണണം. അങ്ങനെ എവിടെയെങ്കിലും പോയി തുലയട്ടെ എന്ന് കരുതാനല്ല നിന്നെ ഇത്രയും കാലം വളർത്തിയത്. ഒരു പണിക്കും പോകാത്ത മുടിയും കളറടിച്ച് നടക്കുന്ന ഒരുത്തനെ മാത്രമേ അവൾക്ക് പ്രേമിക്കാൻ കണ്ടുള്ളൂ. അച്ഛന്റെ വാക്കുകൾ അവളെ വല്ലാതെ പിടിച്ചുലച്ചു. സ്നേഹിക്കുന്നവനെ കുറിച്ച് പറയുന്നതിലല്ല, ജോലി ഇല്ലാത്തതിന്റെയും മതത്തിന്റെയും പേരിലാണല്ലോ ഒരാളെ ഇത്ര നിസ്സാരമായി അച്ഛൻ പറയുന്നത് എന്നോർത്തപ്പോൾ എന്തോ അച്ഛനോട് ആദ്യമായി മനസ്സിൽ വെറുപ്പോ പുച്ഛമോ എന്തെല്ലാമോ ആയിരുന്നു അനശ്വരയ്ക്ക് തോന്നിയത്. അവൾക്ക് പ്രേമം തലക്ക് പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു അത്. പക്ഷെ അവൾക്ക് അവളുടെ പ്രേമവും മുറുകെ പിടിച്ചുകൊണ്ട് അധികം നാൾ മുന്നോട്ട് പോവാൻ കഴിഞ്ഞില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛന്റെ രോഗവും അമ്മയുടെ നിർബന്ധവും കൂടിക്കൂടി വന്നപ്പോൾ അവരുടെ വാശിക്ക് മുൻപിൽ അവൾ തോറ്റുപോയി. കൂടാതെ അവളുടെ കാമുകനോട് അവൾ കൂടെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞപ്പോൾ കൂടെ കൂട്ടാനുള്ള സാമ്പത്തികം അവനില്ല എന്ന് പറഞ്ഞ് അവൻ കൈയൊഴിയുകയും ചെയ്തു. അവന് ഫോൺ റീചാർജ് ചെയ്യാനും മുടി കളർ ചെയ്യാനും ജീൻസും ഷർട്ടും വാങ്ങിക്കാനും തന്നെ വരുമാനം തികയാതിരിക്കുമ്പോൾ എങ്ങനെ ഒരു പെണ്ണിനെ കൂടെ കൂട്ടും? അങ്ങനെ +2 വെച്ച് തുടങ്ങി ഇത്ര കാലം നീണ്ടുനിന്ന പ്രണയത്തിന് അവസാനമിട്ടുകൊണ്ട് അനശ്വര വൈശാഖിന്റെ ജീവിതത്തിലേക്ക് കടന്നു. വൈശാഖ് അനശ്വരയുടെ ജാതകവുമായി 10-8 പൊരുത്തമുള്ള ടെക്സ്റ്റൈൽസുകാരൻ. അവർ തമ്മിൽ 12 വയസ്സിന്റെ മാറ്റമുണ്ട്. പക്ഷേ വിശ്വാസികളായ അനശ്വരയുടെ വീട്ടുകാർ ജാതകം ചേരുന്ന ചെക്കന് മാത്രം അവളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് അലഞ്ഞു. ഒടുക്കം വൈശാഖിന്റെ ആലോചന വന്നപ്പോൾ പ്രായക്കൂടുതൽ ഒന്നും നോക്കാതെ അവരത് നടത്തി. പക്ഷെ അവനെ കണ്ടാൽ വലിയ പ്രായമൊന്നും പറയില്ല. കാണാൻ സുന്ദരൻ, സൽസ്വഭാവി. വൈശാഖും അമ്മയും മാത്രം അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബത്തിലേക്കാണ് അവന്റെ ഭാര്യയായ അനശ്വര വലതുകാൽ വെച്ചു കയറിയത്. വൈശാഖ് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, എല്ലാവരോടും നന്മ മാത്രം കാണിക്കുന്ന ഒരു പയ്യനായിരുന്നു. ആ കറതീർന്ന സ്നേഹം അനശ്വരക്കും കിട്ടിയതുകൊണ്ടായിരിക്കണം അവളും പഴയതെല്ലാം മറന്ന് അവനെ സ്നേഹിച്ചു തുടങ്ങി.
കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ വൈശാഖിന് അനശ്വരയും അനശ്വരയ്ക്ക് അവനും ജീവനായി മാറി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ വൈശാഖ് അടുക്കളയിൽ രാത്രിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അനശ്വരയെ റൂമിലേക്ക് വിളിച്ചു. ചിരിച്ചുകൊണ്ട് അവൾ അവിടേക്ക് വന്നു. അപ്പോൾ അവൻ അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാതിലടച്ചു. ശേഷം അവളുടെ കയ്യിൽ ഒരു ചെറിയ ബോക്സ് വെച്ചു കൊടുത്തു. അവൾ എന്താണെന്ന് മനസ്സിലാവാതെ ആകാംക്ഷയോടെ അത് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു കുഞ്ഞു ഡയമണ്ടിന്റെ ചെയിൻ ആയിരുന്നു. ഇത് ആർക്കാ ഏട്ടാ? എനിക്കാണോ? അനശ്വര പ്രതീക്ഷിക്കാതെ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ ചോദിച്ചു. അപ്പോൾ അവളുടെ കവിളിൽ ഒരു ചെറിയ ഉമ്മയായിരുന്നു അതിനുള്ള മറുപടി. അതെ, നിനക്ക് തന്നെ. നിനക്കല്ലാതെ പിന്നെ ആർക്കാ? ഈ മാസം പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭമുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തരാൻ നീ അല്ലാതെ വേറെ ആരുമില്ലല്ലോ. അതുകൊണ്ട് കുറച്ചു മുൻപേ ജോലി കഴിഞ്ഞു വരുന്ന വഴിക്ക് പെട്ടെന്ന് തോന്നിയതായിരുന്നു. അപ്പോൾ തന്നെ ഒന്നും നോക്കാതെ ജ്വല്ലറിയിൽ കയറി വാങ്ങി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? വൈശാഖ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അപ്പോൾ ആ ബോക്സും ചേർത്തു പിടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. വൈശാഖ് അവളെ ചേർത്തു പിടിച്ച് തലോടി കൊടുത്തുകൊണ്ട് മൂർത്താവിൽ ചുംബിച്ചു. അങ്ങനെ പരസ്പരം സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ കണ്ണു തട്ടുന്ന വിധത്തിൽ സന്തോഷത്തോടെയുള്ള നാളുകൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കെ അവരുടെ രണ്ടുപേരുടെയും ഇടയിലേക്ക് പുതിയൊരു അതിഥി കൂടി വന്നെത്തി. നിയമോൾ. കുഞ്ഞിനെ അവർ താഴത്തും തലയിലും വെക്കാതെ പൊന്നുപോലെ നോക്കി. ജീവിതം അതിലും ഭംഗിയായി സുഖസുന്ദരമായി മുന്നോട്ടു പോകവേ പെട്ടെന്നാണ് താളപ്പിഴകൾ സംഭവിച്ചത്. വൈശാഖ് കൂട്ടുകാരനും ഒന്നിച്ചു പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയതായിരുന്നു ടെക്സ്റ്റൈൽ ഷോപ്പ്. ആദ്യമൊക്കെ ലാഭങ്ങളുടെ കണക്കുകൾ മാത്രമുണ്ടായിരുന്ന ടെക്സ്റ്റൈൽസ് പിന്നീട് പതിയെ പതിയെ നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങി. വൈശാഖ് ആൾ അത്രയ്ക്ക് പാവവും നിഷ്കളങ്കനുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ പറ്റിക്കാനും എളുപ്പമായിരുന്നു. കൂട്ടുകാരനോടുള്ള അവന്റെ അമിതമായ വിശ്വാസവും സത്യസന്ധതയും വൈശാഖിനെ വലിയ കടക്കാരനാക്കി മാറ്റി. പയ്യെ പയ്യെ നഷ്ടങ്ങളുടെ കണക്കുകളും മറ്റു കള്ളക്കണക്കുകളും നിരത്തി കൂട്ടുകാരൻ ആ ടെക്സ്റ്റൈൽസ് തന്റെ സ്വന്തമാക്കി മാറ്റി. മാത്രമല്ല വൈശാഖ് എന്ന പയ്യന്റെ തലയിൽ വലിയൊരു കടഭാരവും കള്ളത്തരവും ചുമത്തിക്കൊണ്ട് അവനെ എടുത്താൽ പൊങ്ങാത്ത അത്ര വലിയൊരു കടക്കാരനുമാക്കി മാറ്റി. പാർട്ട്ണറോടുള്ള അമിതമായ വിശ്വാസവും സ്നേഹവും വൈശാഖിന് ചുറ്റും വലിയ ചതിക്കുഴികൾ സൃഷ്ടിച്ചു. സമർത്ഥമായി കളിച്ച പാർട്ട്ണർ അവന് പ്രതികരിക്കാൻ കഴിയാത്ത വിധം അവനെ ബന്ധനസ്ഥനാക്കി കഴിഞ്ഞിരുന്നു. അവസാനം ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത ടെക്സ്റ്റൈൽസിന്റെ പടി ഇറങ്ങുമ്പോൾ താങ്ങാനാവാത്ത ഹൃദയത്തിന്റെ വേദനയും കടത്തിന്റെ ഭാരവും അവനെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നീട് പോലീസും കേസും മറ്റുമായി ദിവസങ്ങൾ മുന്നോട്ടു നീങ്ങി. സന്തോഷം മാത്രം നിറഞ്ഞു നിന്നിരുന്ന അവരുടെ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചു. വേറൊരു വഴിയുമില്ലാതെ ജീവിക്കാൻ വേണ്ടി വൈശാഖ് അനിയത്തിമാരെയും അനിയനെയും വിളിച്ചുകൂട്ടി പണയം വെക്കാനായി തറവാടിന്റെ ആധാരം ചോദിച്ചു. ഇക്കാലം അത്രയും വൈശാഖ് കഷ്ടപ്പെട്ടതും ജീവിച്ചതും എല്ലാം അവർക്ക് 3 പേർക്കും വേണ്ടിയായിരുന്നു. അതുകൊണ്ട് അവന്റെ എന്താവശ്യത്തിനും അവർ കൂടെ ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു അവന്റെ വിശ്വാസം. അവന്റെ അമ്മയ്ക്കാണെങ്കിൽ വൈശാഖ് എന്ന് വെച്ചാൽ ജീവനായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ അവന്റെ പക്ഷം പിടിച്ചുകൊണ്ട് അവർക്ക് മുൻപിൽ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ അത് നടക്കില്ലെന്നും സ്വത്ത് എല്ലാവർക്കും ഭാഗം വെച്ച് കൊടുക്കണമെന്നുമായിരുന്നു എല്ലാവരുടെയും ആവശ്യം. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ മോന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവന് ഈ വീടിന്റെ ആധാരം കൊടുക്കും. എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന മക്കൾക്ക് മുൻപിൽ നിന്ന് ജാനകി അമ്മ പറഞ്ഞു. എന്റെ കുട്ടി ഈ കടത്തിൽ നിന്നൊക്കെ കരകയറാതെ ഈ സ്വത്തൊന്നും വീതം വെച്ചെടുക്കാമെന്ന് ആരും കരുതണ്ട. 19 വയസ്സ് തികയുന്നതിന്റെ മുൻപേ കഷ്ടപ്പെടണത് എന്റെ മോൻ. എന്നിട്ടിപ്പോ എല്ലാരും അവനവന്റെ ജീവിതം ഭദ്രാക്കി. എന്റെ മോൻ ഇപ്പോൾ കടത്തിലുമായി. ഇനിയുള്ള സ്വത്തും കൂടെ കയ്യിലായാലും സുഭിക്ഷ ആയല്ലോ അല്ലേ? മാളു, നീയും ഇവരുടെ കൂടെ കൂടിയല്ലോ എന്ന അമ്മയുടെ സങ്കടം ജാനകി അമ്മ കരച്ചിലടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. അത് പിന്നെ അമ്മേ, ബബിശേട്ടൻ പറയണതല്ലേ എനിക്ക് അനുസരിക്കാൻ പറ്റൂ? പിന്നെ എല്ലാവർക്കും മക്കളും കുടുംബവും ഒക്കെ ആയില്ലേ അമ്മേ? ഞങ്ങൾക്കും ഉണ്ടാകില്ലേ ആവശ്യങ്ങള്? ജിനി മുക്കിയും മൂളിയും ഭർത്താവിനെ പഴിചാരിയും സ്വന്തം ഭാഗം പറഞ്ഞു തുടങ്ങി. അതെ, നിങ്ങൾക്കൊക്കെ ജീവിതമായി, കുടുംബവും മക്കളുമായി. അതിലൊക്കെ അമ്മയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്റെ വൈശാഖോ? അവനും വേണ്ടേ ഇതൊക്കെ? നല്ല ജീവിതം അവനും ജീവിക്കണ്ടേ? ജീവിച്ചോട്ടെ, അതിന് ഏട്ടനും ഒരു ഭാര്യയും കുട്ടിയും ഉണ്ടല്ലോ. വൈശാഖിന്റെ ഇളയ പെങ്ങളായ ജിനി പറഞ്ഞു തുടങ്ങി. അമ്മ പറയുന്നത് കേട്ടാൽ ഏട്ടനെ ഞങ്ങളൊക്കെ കൂടെയാണ് കടക്കാരനാക്കിയതെന്ന് തോന്നുമല്ലോ. ഏട്ടൻ എന്റെ പാർട്ട്ണറെ വിശ്വസിച്ചല്ലേ ഇത്രയും വലിയ കടത്തിൽപ്പെട്ടത്? അല്ലെങ്കിൽ തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുമ്പോൾ ഏട്ടന് ഞങ്ങളെ ആരെങ്കിലും കൂടെ കൂട്ടാമായിരുന്നില്ലേ? അതൊന്നും പോരാതെ ഞങ്ങളെ ഒക്കെ തഴഞ്ഞിട്ട് അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞ് കൂടെ കൂട്ടി രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചത്? ഈ തറവാട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ അമ്മേ? അതിപ്പോൾ ഏട്ടന് മാത്രമായിട്ട് പണയം വെക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഏട്ടന്റെ ഇപ്പോഴത്തെ കടവും സ്ഥിതിയും ഒക്കെ പുറത്തുള്ള ആൾക്കാർ പറയുന്നത് അമ്മയൊന്ന് കേൾക്കണം. അതും ഈ പ്രായത്തിലെ ഇത്രയൊക്കെ. ഇനി ഇത് ഏട്ടന് പണയം വെക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. വെറുതെ നശിച്ചു പോവുകയേ ഉള്ളൂ. അമ്മ വേഗം ഇത് ഭാഗം വെച്ച് ഞങ്ങൾക്കൊക്കെ തരാനുള്ളത് തന്നേക്ക്. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് വൈശാഖിന് കൊടുക്കുമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു ജാനകിയമ്മ.
എനിക്ക് നിങ്ങളോട് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതെന്റെ പേരിലുള്ള വീടും പറമ്പുമാണ്. പക്ഷെ നിങ്ങളോടൊക്കെ സമ്മതം ചോദിച്ചിട്ട് മതിയെന്ന് പറഞ്ഞ് ഇവനാണ് നിങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയത്. അല്ലെങ്കിൽ തന്നെ ഈ തറവാട് ഭാഗം വെച്ച് തരാൻ മാത്രമുള്ള പ്രായമൊന്നും നിങ്ങൾക്കാർക്കും ആയിട്ടില്ലല്ലോ. നിങ്ങളുടെ കല്യാണമൊക്കെ ഈ അടുത്ത് അവൻ കഴിച്ചു തന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ കാലശേഷം നിങ്ങളിത് ഭാഗിച്ചാൽ മതി. അല്ലാതെ ഇപ്പോൾ ഈ സ്വത്തുഭാഗം നടക്കില്ല. തൽക്കാലം വൈശാഖ് ആധാരം കൊണ്ടുപോയി പണയം വെക്കട്ടെ എന്ന് അമ്മ ഉറപ്പിച്ചു പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് വൈശാഖും അനശ്വരയും മോളും അവിടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇപ്പോഴും ഏട്ടനാ വലുത്. ഏട്ടന്റെ പേരും പറഞ്ഞ് ഇനി ഞങ്ങളെ കൂടി കഷ്ടപ്പെടുത്തുന്നത് എവിടുത്തെ ന്യായ അമ്മേ? വൈശാഖിന്റെ അനിയൻ വിപിനാണ് അത് ചോദിച്ചത്. വിപിനെ, അമ്മ ഉറക്കെ വിളിച്ചു. നീയൊക്കെ എന്നാ വിപിനെ ന്യായം പറയാറായത്? അച്ഛൻ മരിക്കുമ്പോ എന്റെ വൈശാഖിന് 19 വയസ്സ് തികഞ്ഞിട്ടില്ല. മാളുവിന് 14, നിനക്കും ചിനിക്കും 10 വീതം വയസ്സുമാണ് പ്രായം. അച്ഛൻ മരിക്കുമ്പോൾ ഉള്ള ആകെ സമ്പാദ്യം ഈ വീടും സ്ഥലവുമാണ്. പിന്നെ ശ്വാസമുട്ടലുകാരിയായ ഒരു അമ്മയും. പഠിപ്പും ഉപേക്ഷിച്ച് എന്റെ മോൻ വിയർപ്പൊഴുക്കി നേടിയതാണ് ഇന്ന് ഈ കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം. എന്നിട്ട് ജീവിക്കാൻ വേണ്ടി അവനൊരു തുണിഷോപ്പിട്ടു. അതിങ്ങനെ കടം കയറുമെന്നോ കൂടെയുള്ളവർ ചതിക്കുമെന്നോ അവൻ പ്രതീക്ഷിച്ചോ? അറിയാതെ സംഭവിച്ചു പോയി. അതിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ടതിന് പകരം നിങ്ങളൊക്കെ സ്വത്തും ഭാഗം വെച്ചുകൊണ്ട് പോകേണ്ട സമയമാണോ ഇത്? ശ്വാസമുട്ടുകാരിയായ എനിക്ക് നേരാവണ്ണം അവനൊന്ന് വെച്ച് വിളമ്പി കൊടുക്കാൻ കൂടെ സാധിച്ചിട്ടില്ല. നിങ്ങളെ 3 പേരെയും പഠിപ്പിച്ചു, ഉദ്യോഗസ്ഥരാക്കി. നിങ്ങളൊക്കെ 10,000 ശമ്പളം വാങ്ങുന്നവരായിട്ടും ഒരു 1/4 പവൻ സ്വർണമിട്ടോ ജിനിയുടെ കല്യാണത്തിന്? എല്ലാം അവൻ ഒറ്റക്കാ ചെയ്തത്. സ്വർണത്തിന് സ്വർണവും കാറിന് കാറും ഒരു കുറവുമില്ലാതെ ആ ജിനിയെ കെട്ടിച്ചത്. നിങ്ങൾ 2 ആളെയും ഡോക്ടർമാരാക്കാൻ അവൻ എടുത്ത ലോണിന് ഒരു പൈസ നിങ്ങൾ തിരിച്ചടച്ചിട്ടുണ്ടോ? എന്നിട്ടും അവൻ വല്ല കണക്കും ചോദിച്ചിട്ടുണ്ടോ? എന്നിട്ട് നീ എന്താ വിപിനെ ചെയ്തത്? മൂത്തവൻ ഒരുത്തൻ നിൽക്കുന്നുണ്ട് എന്ന് പോലും കരുതാതെ പെങ്ങടെ കല്യാണം കഴിഞ്ഞു 4 മാസം തികയുന്നതിന് മുന്നേ സ്വന്തം കാര്യം മാത്രം നോക്കി കല്യാണം കഴിച്ചു. നിന്റെ ഭാര്യക്കാണേൽ അമ്മയെ പിടിക്കാത്തത് കൊണ്ട് വേറെ വീട് നോക്കി മാറി. എന്നിട്ടിപ്പോ വന്നിരിക്കുന്നു ന്യായം പറഞ്ഞ് വീതം വാങ്ങാൻ. ജാനകി അമ്മയ്ക്ക് കലി അടക്കാനായില്ല. അമ്മ വെറുതെ അവരുമായി വഴക്കിടണ്ട. എനിക്കെന്തിനാ സ്വത്തും മുതലും? എന്താ അവർക്ക് വേണ്ടതെന്ന് വെച്ചാ കൊടുത്തേക്കോ. ഞാൻ വേറെന്തെങ്കിലും വഴി നോക്കിക്കോളാം. അറിയാതെ ചോദിച്ചു പോയി. മാപ്പ്. വൈശാഖ് സങ്കടം മറയ്ക്കാനായി അനശ്വരയുടെ കയ്യിൽ നിന്ന് നിയമോളെ വാങ്ങിക്കൊണ്ട് അവന്റെ കണ്ണു തുടച്ചു. നീ മിണ്ടാതിരിക്കുമോനെ, ഇവര് മാത്രം അങ്ങ് മിടുക്കന്മാരായ പോരല്ലോ, അമ്മ വാശിയോടെ പറഞ്ഞു. അമ്മ ഇത്ര ദേഷ്യപ്പെടാനൊന്നുമില്ല. അന്ന് ഏട്ടനായിരുന്നു കൂട്ടത്തിൽ മൂത്തത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന പ്രായവും. അപ്പോൾ ഏട്ടൻ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്ത് കുടുംബം നോക്കി. അതിനിത്ര കണക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏട്ടൻ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വർഷമായില്ലേ ഈ പറമ്പിൽ നിന്ന് കിട്ടിയ എന്തിനെങ്കിലും കണക്ക് ചോദിച്ച് ഞങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെ ഇപ്പോൾ ഏട്ടനായിട്ട് കൊണ്ടുപോയി കടത്തിൽ തലവെച്ചു കൊടുത്തു. അതിന് കണക്ക് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് കിട്ടാനുള്ളത് കൂടെ തരാതിരിക്കുന്നത് എവിടത്തെ ന്യായ? വിപിൻ ന്യായീകരിച്ചുകൊണ്ട് ഒച്ച എടുത്തു. അമ്മ വീതം വെക്കലിന് തയ്യാറായില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് നിയമത്തിന്റെ വഴി നോക്കേണ്ടി വരുമെന്നുകൂടി അവൻ കൂട്ടിച്ചേർത്തു. ജീവനെ പോലെ സ്നേഹിച്ച അനിയത്തിമാരുടെയും അനിയന്റെയും തമ്മിൽ തല്ല് കണ്ട് മനം മടുത്തു വൈശാഖ് എണീറ്റ് റൂമിലേക്ക് പോയി. എന്റെ മക്കളൊക്കെ അവനവന്റെ ഭാഗം നന്നായി ന്യായീകരിച്ചില്ലേ? ഇനി അമ്മ ചിലത് പറയാം. മോളെ ജിനി, അമ്മയുടെ കിടക്കയുടെ താഴെ 2 ഡയറി ഇരിപ്പുണ്ട്. നീ ചെന്ന് അതിങ്ങ് എടുത്തിട്ട് വാ. കുറച്ചു നേരം അവിടം നിശബ്ദമായിരുന്നു. ജിനി ഡയറിയുമായി എത്തി. അമ്മ അപ്പോൾ പറഞ്ഞു തുടങ്ങി. എന്റെ മക്കള് 3 പേരും ഇത് കണ്ടോ? നിങ്ങളുടെ അച്ഛന്റെ മരണദിവസം തൊട്ട് എന്റെ മോൻ മുടക്കിയ പൈസയുടെ ബില്ലടക്കമുണ്ട് ഇതിൽ. അച്ഛന്റെ സംസ്കാരത്തിനും പിന്നീട് നിങ്ങളെ 3 ആളെയും പഠിപ്പിക്കാനും ഇവളുടെ വിവാഹത്തിനും പ്രസവത്തിനും നൂലുകെട്ടിനും എന്തിന് നിങ്ങളുടെ 2 ആളുടെയും വിവാഹങ്ങൾക്ക് പോലും അവനാണ് കാശിറക്കിയത്. അതുപോലെ തന്നെ പറമ്പിൽ നിന്ന് കിട്ടിയ ആദായത്തിന്റെയും സകല കണക്കുമുണ്ട് ഇതില്. എന്റെ മക്കൾ ഒരു കാര്യം ചെയ്യൂ. അവന്റെ കയ്യിൽ നിന്ന് ചിലവായതൊക്കെ 3 പേരും കൂടെ അങ്ങ് കൊടുത്തേക്കൂ. എന്നാൽ തന്നെ അവന്റെ കടം തീരും. പറമ്പിലെ ഇത്രയും കൊല്ലത്തെ ആദായം പൈസ കുറയാതെ അവൻ അങ്ങ് തന്നോളുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് ഭാഗം വെക്കാം. അല്ലെങ്കിൽ തൽക്കാലം എന്റെ കുട്ടി കടത്തിൽ നിന്ന് കരകയറാൻ ഞാൻ ആധാരം അവൻ എടുത്തു കൊടുക്കും. ഏതായാലും അവൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ ഇതൊക്കെ സൂക്ഷിച്ചത് എത്ര നന്നായി. എല്ലാത്തിനും ഒരു കണക്കായല്ലോ. അത് എവിടുത്തെ ന്യായമാ? ചിലവാക്കിയിട്ട് കണക്ക് പറയുന്നത്? 3 പേരും പിറുപിറുത്തു. നിങ്ങളല്ലേ ആദായത്തിനും അവന്റെ കഷ്ടപ്പാടിനുമൊക്കെ വിലയിട്ടത്. അത് നിങ്ങളുടെ ന്യായമെങ്കിൽ ഇത് എന്റെ ന്യായം. നിങ്ങളെപ്പോലെ തന്നെ അവനും എന്റെ മോനാ. അല്ലാതെ നേർച്ചക്കോഴിയായി നിങ്ങൾക്കൊക്കെ ഊറ്റിയെടുത്ത് ചണ്ടിയാക്കാൻ എവിടെ നിന്നും വെറുതെ കിട്ടിയതൊന്നുമല്ല അവനെ എനിക്ക്. അതുകൊണ്ട് ഇനി ഒരു തീരുമാനമാക്കിയിട്ട് വാ എന്റെ മക്കള്. പിന്നെ നിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വിപിൻ അമ്മയെ വിരട്ടിയല്ലോ. ഈ കാണുന്നതൊക്കെ നിങ്ങളുടെ അച്ഛൻ എന്റെ പേരിൽ വാങ്ങിയ സ്വത്താണ്, അല്ലാതെ പാരമ്പര്യ സ്വത്തല്ല. അതുകൊണ്ട് ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലത്തോളം ഇതെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. പരാതിയുള്ളവർ പോയി കേസ് കൊടുത്തിട്ട് വാ. അതിന്റെ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. മറുത്തൊന്നും പറയാനാകാതെ അവർ 3 പേരും പടിയിറങ്ങിപ്പോയപ്പോൾ അമ്മ ആധാരത്തിന്റെ കെട്ട് കൊണ്ടുവന്ന് വൈശാഖിനെ ഏൽപ്പിച്ചു.
ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടായിരിക്കണം കണ്ണീരോടെ അവൻ അത് വാങ്ങി. പക്ഷേ ലോൺ എടുക്കാനായി ബാങ്കിന്റെ റൂൾസിന്റെ പിറകെ നടന്ന് സമയമേറെ വൈകി. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളുടെ എതിർപ്പ് പോലെ തന്നെ ആ ആധാരം കൊണ്ട് അവൻ ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് തന്നെ പറയാം. ലോൺ കിട്ടുന്നത് വരെ കാത്തിരിക്കാനുള്ള സാവകാശം അവന്റെ കടക്കാർക്കില്ലായിരുന്നു. വീണ്ടും കടക്കാർ വീട്ടിലേക്ക് ഭീഷണിയുമായി വന്നപ്പോൾ കാര്യങ്ങളെല്ലാം വൈശാഖിന്റെ കൈവിട്ടു പോയിരുന്നു. സ്ഥിതി അതീവ ഗുരുതരമായി വീട്ടിൽ സ്വൈര്യമില്ലാതായപ്പോൾ അമ്മ ശ്വാസമുട്ടൽ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കടക്കാർ ശല്യപ്പെടുത്തുന്ന വിവരമറിഞ്ഞ് അനശ്വരയുടെ അച്ഛനും ഏട്ടനും കൂടി വന്ന് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് കണ്ണു നിറഞ്ഞുകൊണ്ട് അവളെയും മോളെയും നോക്കി നിന്ന വൈശാഖിനോട് അനശ്വര പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ജീവിക്കാൻ സ്നേഹം മാത്രം പോരാ വൈശാഖേട്ടാ. ഏട്ടൻ ഇപ്പോഴും ആളുകളെ തിരിച്ചറിയാൻ അറിയില്ല. അതുകൊണ്ടാണ് ഏട്ടൻ ഇത്ര വലിയൊരു ആപത്തിൽ ചെന്നുപെട്ടതും ഏട്ടന്റെ പെങ്ങന്മാരും അനിയനുമെല്ലാം ഏട്ടനെ കൈയൊഴിഞ്ഞതുമെല്ലാം. സ്നേഹം മാത്രമുള്ള ജീവിക്കാൻ അറിയാത്ത ഒരു വിഡ്ഢി പോലെയുള്ള ഭർത്താവിന്റെ കൂടെയാണല്ലോ ഞാൻ ഇത്രനാളും കഴിഞ്ഞത് എന്നോർക്കുമ്പോൾ എനിക്ക് തന്നെ എന്തൊക്കെയോ തോന്നുന്നു. ഏട്ടൻ തന്നെയല്ലേ മറ്റുള്ളവരെ കണ്ണും പൂട്ടി വിശ്വസിച്ച് എല്ലാം നശിപ്പിച്ചത്? ഒരു കാര്യം ഏട്ടനോട് ഞാൻ പറഞ്ഞേക്കാം. എല്ലാം ശരിയാക്കി കടമൊക്കെ തീർത്ത് ഈ വീട്ടിലേക്ക് കടക്കാർ ആരും കയറി വരാത്ത രീതിയിലാക്കിയതിനു ശേഷം മാത്രം ഏട്ടൻ എന്നെ മോളെയും കാണാൻ അങ്ങോട്ട് വന്നാൽ മതി. അല്ലാതെ ഏട്ടൻ എത്രയൊക്കെ എന്നെ വന്ന് വിളിച്ചാലും ഞാൻ ഇനി ഏട്ടന്റെ കൂടെ വരില്ല. വൈശാഖിനോടുള്ള ഒരു തരം വാശിയായിരുന്നു അനശ്വരക്കപ്പോൾ. അങ്ങനെ അവൾ ഇറങ്ങിപ്പോയപ്പോൾ വൈശാഖ് ആകെ തകർന്നുപോയി. അന്ന് രാത്രി അവരില്ലാതെ ആ വീട്ടിൽ വൈശാഖ് എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി. പക്ഷെ അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ശ്വാസം കിട്ടാത്ത പോലെ. കൂടാതെ ശരീരമാകെ മറ്റെന്തൊക്കെയോ അസ്വസ്ഥത തോന്നിയ അവൻ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. കുറച്ചു ദിവസം എങ്ങനെയൊക്കെയോ തന്നെ അവിടെ കഴിച്ചുകൂട്ടി അവൻ സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം അവളുടെ വീട്ടിൽ അനശ്വരയെയും മോളെയും വിളിക്കാനായി ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളില്ലാതെ ഇനിയും കഴിയാൻ വയ്യാനു. ആരുമില്ല എനിക്ക് എൻ്റെ മോളെ കാണണം. ഒന്ന് കാണിച്ചു തരോ? അവളുടെ ശബ്ദമില്ലാതെ അവളുടെ കളിച്ചിരികൾ കാണാതെ എനിക്ക് ഇനിയും കഴിയാൻ വയ്യ. അത് കേട്ട് വന്ന അനശ്വരയുടെ അച്ഛൻ വൈശാഖിന് നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ആക്രോശിച്ചു. നിനക്ക് നാണമില്ലടാ ഇങ്ങനെ വന്നു കരയാൻ? അവര് വരില്ല. നീ മോളെ കാണുകയുമില്ല. നിനക്കിങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല എൻ്റെ മോളെ വിവാഹം കഴിച്ചു തന്നത്. അവളെക്കാൾ എത്ര വയസ്സിന് മൂത്തതാടാ നീ. എന്നിട്ട് അതിന്റെ വല്ല പക്വതയും നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും നോക്കാനും ജീവിക്കാനും അറിയാത്തവൻ ഈ ഭൂമിക്ക് തന്നെ ഭാരമാണ്. പോയി ചാകടാ. അത്രയെങ്കിലും സമാധാനം കിട്ടുമല്ലോ ബാക്കിയുള്ളവർക്ക്. എല്ലാം നശിപ്പിച്ചിട്ട് വന്നിരിക്കുന്നു ഒരു സ്നേഹവും കൊണ്ട്. പിച്ചച്ചട്ടി എടുക്കേണ്ടി വന്നില്ലടാ നിനക്ക്. ഒക്കെ നിന്റെ കഴിവുകേട് കൊണ്ടാ. അത്രയൊക്കെ കേട്ടിട്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാതെ ഒരിറ്റ് കനിവിനായി അനശ്വരയുടെ കണ്ണിലേക്ക് അവൻ ദയനീയ അവസ്ഥയിൽ നോക്കി. എന്നാൽ തന്നെ ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവിന്റെ കണ്ണുനീരിനെ മനസ്സിലാക്കാതെ അച്ഛന്റെ വാക്കുകൾ തന്നെ അവളും ഏറ്റുപറഞ്ഞു. ഒരു തരം വാശിയായിരുന്നു അവൾക്കപ്പോൾ മനസ്സിൽ. എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനൊരു വിധി വൈശാഖ് തന്നെ വരുത്തി വച്ചല്ലോ എന്ന വാശി. അതുകൊണ്ട് തന്നെ മോളെ ഒന്ന് കാണിച്ചു തരാൻ അത്രയും കരഞ്ഞുകൊണ്ട് കുറെ അവൻ കെഞ്ചിയിട്ടും അനശ്വര വഴങ്ങിയില്ല. ഒടുവിൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന നല്ലവനായ അവനെ എല്ലാവരും പുറങ്കാലുകൊണ്ട് ചവിട്ടി ഒഴിവാക്കുന്ന പോലെ കൈവിട്ടപ്പോൾ മറുത്തൊരു വാക്കുകൊണ്ട് പോലും ആരോടും ദേഷ്യം കാണിക്കാതെ പുറംകൈ കൊണ്ട് മുഖമാകെ ഒഴുകി പടർന്ന കണ്ണുനീർ തുടച്ച് വേച്ചു പടിയിറങ്ങിയ വൈശാഖിന്റെ രൂപം ആർക്കും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവൻ കാഴ്ചയിൽ നിന്നും അറിഞ്ഞപ്പോൾ അനശ്വരയുടെ ഉള്ളിൽ നിറഞ്ഞു വന്ന സങ്കടക്കടൽ വലിയൊരു പൊട്ടിക്കരച്ചിലേക്ക് മാറി. അകത്തു കട്ടിലിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന അവൾക്കരികിലേക്ക് സ്വാന്തനവുമായി അവളുടെ അമ്മ എത്തി. ശേഷം അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അമ്മ പറഞ്ഞു, മോളെ ഇനി കരഞ്ഞിട്ട് എന്തു കാര്യം? അമ്മ ഒരു കാര്യം പറയട്ടെ മോളെ, നീ ഈ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. നീ മാത്രമല്ല ഇന്ന് അച്ഛൻ കാണിച്ചതും പറഞ്ഞതും ഒന്നും ഒട്ടും ശരിയായില്ല. നിന്നെയും മോളെയും പണമുള്ള സമയത്ത് പൊന്നുപോലെ നോക്കിയിരുന്നവനാണ് അവൻ. എല്ലാം നഷ്ടപ്പെട്ട ഈ അവസ്ഥയിൽ താങ്ങും തണലുമായിരിക്കേണ്ടവളാണ് ഭാര്യ. നഷ്ടപ്പെട്ടതൊക്കെ എന്നെങ്കിലും തിരിച്ചെടുക്കാം. പക്ഷെ നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചെടുക്കുക ബുദ്ധിമുട്ടാണ്. നാളെ തന്നെ നീ വൈശാഖിന്റെ അടുത്തേക്ക് പോകണം. അച്ഛനോട് ഞാൻ പറയാം. അവന്റെ കടങ്ങളെല്ലാം തീർത്ത് നിനക്കും അവനും മോൾക്കും കഴിയാനുള്ളതെല്ലാം ഇവിടെ ഉണ്ടല്ലോ മോളെ. 2 തലമുറക്ക് വേണമെങ്കിൽ കഴിയാനുള്ളതും ഇവിടുണ്ട്. നാളെ തന്നെ നമ്മൾക്ക് പോകാം. അമ്മ അനശ്വരയെ ആശ്വസിപ്പിച്ചു. തുടർന്ന് അമ്മ തന്നെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛന്റെ അഭിപ്രായവും ഇതുതന്നെ ആയിരുന്നു. അച്ഛൻ അനശ്വരയോട് പറഞ്ഞു, എനിക്കറിയാം അവനൊരു പാവമാണെന്ന്. പക്ഷെ കുറച്ചൊക്കെ സാമർത്ഥ്യം കാണിക്കണം ജീവിക്കണമെങ്കിൽ. അതിനുവേണ്ടിയാണ് അച്ഛനും ഏട്ടനുമൊക്കെ ഇത്രയും ക്രൂരനായത്. ഇനിയെങ്കിലും ആ തൻ്റെ ഇടം അവനുണ്ടാവാൻ വേണ്ടിയാണ് ഇത്രയൊക്കെ പറഞ്ഞത്. മോള് വിഷമിക്കേണ്ട, നമുക്ക് നാളെ തന്നെ പോകാം. അവന് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കാം. മോള് സമാധാനമായിരിക്കെ. കാലങ്ങൾക്കു ശേഷം സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു രാത്രിയായിരുന്നു അനശ്വരയ്ക്ക് അത്. കടക്കാരുടെ ശല്യമില്ലാതെ.
ഇനി ഒന്നും പേടിക്കാനില്ലാതെ വൈശാഖിന്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തു കൊടുക്കാമെന്ന സമാധാനത്തിൽ അവൾ ഉറങ്ങി. ഇനി എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നും അനശ്വരയുടെ മനസ്സ് പറഞ്ഞു. ആകെ മനസ്സിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞു നിന്നു. പിറ്റേന്ന് കുഞ്ഞിനെയും കൂട്ടി അച്ഛനും ഏട്ടനുമൊപ്പം അവൾ വൈശാഖിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ പുറത്തൊന്നും അവനെ കണ്ടില്ല. പകരം കണ്ടത് അടഞ്ഞു കിടക്കുന്ന വാതിലാണ്. അനശ്വരയുടെ അച്ഛനും ഏട്ടനും കൂടി കുറെ വാതിലിൽ മുട്ടി വിളിച്ചു. പ്രതികരണമൊന്നും ഇല്ലാതായപ്പോൾ എല്ലാവർക്കും ആവലാതിയായി. എത്ര വിളിച്ചിട്ടും അനക്കമൊന്നുമില്ലാതായപ്പോൾ അവർ വേഗം ചെന്ന് അയൽക്കാരെയും കൂട്ടി വന്നു. വാതിൽ ചവിട്ടിപ്പൊളിച്ചു. വാതിൽ തുറന്ന പാടെ കാണുന്നത് ശൂന്യതയിൽ ആടിക്കളിക്കുന്ന 2 കാലുകളാണ്. ഒന്നേ നോക്കിയുള്ളൂ അനശ്വര. അപ്പോഴേക്കും അവളുടെ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. സ്വബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവൾ അറിഞ്ഞു, സ്നേഹത്തിനു വേണ്ടി കെഞ്ചിയ, ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന, ഒരു ചെറിയ പനി വന്നാൽ കൂടെ ഉറങ്ങാതിരുന്ന് 100 പ്രാവശ്യം തൊട്ടു മാറിയോ എന്ന് ഉറപ്പുവരുത്തുമായിരുന്ന, അത്രയും തന്നെ സ്നേഹിച്ചിരുന്ന തന്റെ പ്രാണന്റെ പാതി വിട പറഞ്ഞെന്ന്. ആരുടെയും സ്നേഹത്തിനോ ദാക്ഷിണ്യത്തിനോ കാത്തു നിൽക്കാതെ സ്നേഹമില്ലാത്ത കപടത നിറഞ്ഞ ഈ ലോകത്തു നിന്നും ദൈവത്തിന്റെ ലോകത്തേക്ക് വൈശാഖ് പറന്നകന്നു. പോലീസ് വന്ന് നടപടികൾ പൂർത്തിയാക്കി. ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. മണിക്കൂറുകൾ കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കിട്ടിയ മൃതമായ ആ ശരീരത്തോടൊപ്പം ഒരു ചെറിയ കവർ കൂടി ഉണ്ടായിരുന്നു. അത് പോലീസ് അവരെ തിരികെ ഏൽപ്പിച്ചു. അനശ്വര പാടെ തകർന്നുകൊണ്ട് ആ കവർ പൊളിച്ചു നോക്കിയപ്പോൾ അതിലൊരു കത്തും അനശ്വരയുടെയും മോളുടെയും ഫോട്ടോയും ഉണ്ടായിരുന്നു. ആ കവർ നെഞ്ചിൽ ഷർട്ടിനുള്ളിൽ വെച്ചാണ് വൈശാഖ് ഈ ലോകത്ത് നിന്ന് പോയത്. നിറഞ്ഞു കലങ്ങിയ കണ്ണുകൊണ്ട് അനശ്വരക്ക് ആ കത്തിലേക്ക് നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കത്തികൊണ്ട് കീറി മുറിക്കുന്ന വേദനയോടെ അവൾ ആ കത്തിലേക്ക് നോക്കി. വൈശാഖ് മരിക്കാൻ പോകുന്നതിന്റെ തൊട്ടു മുന്നേ എഴുതിയ കത്ത്. എന്റെ എല്ലാമായ അനുവിനും മോൾക്കും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാവരോടും സ്നേഹവും വിശ്വാസവും മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അനു. നീ പറഞ്ഞ പോലെ സ്നേഹം മാത്രം പോരാ ജീവിക്കാൻ. ചതിയന്മാരെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്റെ കഴിവുകേട് തന്നെയാണ്. കുഞ്ഞുനാളിൽ അച്ഛൻ മരിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയ കഷ്ടപ്പാടായിരുന്നു എനിക്ക്. അന്നു മുതൽ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടി ജീവിച്ചു. ശരിക്കു പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ വരെ മറന്നു. അതുകൊണ്ടാണ് ഈ പ്രായം വരെ പെണ്ണു കെട്ടാതിരുന്നത്. എന്നാലും കല്യാണം കഴിഞ്ഞ് നീ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. നിന്നെ പൊന്നുപോലെ നോക്കണമെന്ന് കരുതി തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചത്. പിന്നീട് മോളുകൂടി വന്നപ്പോൾ ഉണ്ടായ സന്തോഷം ചെറുതൊന്നുമായിരുന്നില്ല. ഞാൻ നിനക്കും മോൾക്കും വേണ്ടി മാത്രമേ എപ്പോഴും ജീവിച്ചിട്ടുള്ളൂ അനു. എന്നും ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ നന്നായിരിക്കണം, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം എന്ന് മാത്രമേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഷോപ്പിൽ ഓരോ മാസവും പുതിയ ലാഭങ്ങൾ വരുമ്പോഴും ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴുമെല്ലാം നിന്റെയും മോളുടെയും മുഖം മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഒരിക്കലും കടക്കാരെ കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നോ വിഷമിപ്പിക്കണമെന്നോ കരുതിയിട്ടില്ല. എങ്കിലും ആത്മാർത്ഥമായി വിശ്വസിച്ചു പോയ ഒരുവൻ എന്നെ ചതിച്ചപ്പോൾ ഈ സ്ഥിതിയിൽ എത്തിപ്പോയി ഞാൻ. മരിച്ചാലും ഞാൻ എൻ്റെ പൊന്നുമോളെയും നിന്നെയും മറക്കില്ല. ജീവിച്ചു കൊതി തീർന്നിട്ടില്ലായിരുന്നു നിങ്ങളുടെ കൂടെ എനിക്ക്. എന്നെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളോട് ആരോടും എനിക്ക് ഒരു ദേഷ്യവുമില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. നീ മോളെ നന്നായി നോക്കണം. ഞാൻ ഇല്ലാത്തതിൻ്റെ ഒരു കുറവും അവൾക്ക് വരുത്തരുത്. അവൾ വളർന്നു വരുമ്പോൾ അവളോട് പറഞ്ഞു കൊടുക്കണം, അച്ഛൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അവളുടെ അച്ഛൻ ഒരു പാവമാണ്. ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെയും അവളുടെ അമ്മയെയും എന്ന്. പൊന്നുമോളോടും നിന്നോടുമൊത്ത് ജീവിച്ചു കൊതി തീർന്നില്ല. അതുകൊണ്ട് ഒട്ടും നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ പൊന്നുമോളെയും നിന്നെയും കാണാൻ ഓടി വന്നതായിരുന്നു ഞാൻ. പക്ഷേ ഈ കഴിവുകെട്ടവൻ അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു. സാരമില്ല, ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവനായിരിക്കും ഞാൻ. എന്നും നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഏട്ടന്. ഏട്ടനെ നീ വെറുക്കരുത് മോളെ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ അനുവിൻ്റെ നല്ല ഭർത്താവായും എൻ്റെ പൊന്നുമോളുടെ അച്ഛനായും ഞാനുണ്ടാകും. മാപ്പ്, എല്ലാവരോടും മാപ്പ്. കത്തിനോടൊപ്പം അനശ്വരയുടെയും മോളുടെയും ഫോട്ടോ നെഞ്ചോട് ചേർത്തുകൊണ്ട് കപടതകളില്ലാത്ത ദൈവസന്നിധിയിലേക്ക് വൈശാഖ് പോയി മറിഞ്ഞു. ആ കത്തും ചേർത്തു പിടിച്ചുകൊണ്ട് അനശ്വര കുഴഞ്ഞു വീണു. തലേ ദിവസം മോളെ കാണാൻ വന്ന് ആ പടിക്കൽ നിന്നപ്പോൾ ഒരു വാക്കുകൊണ്ടെങ്കിലും വൈശാഖിനെ ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് കൂടെ ഉണ്ടാകുമായിരുന്നു എന്ന കുറ്റബോധം അനശ്വരയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. താഴത്തും തലയിലും വെക്കാതെ അവൻ നെഞ്ചിലിട്ട് കൊണ്ട് നടന്ന പൊന്നുമോളെ അവസാനമായി വൈശാഖിനൊന്ന് കാണിച്ചു കൊടുത്തില്ല എന്നത് ഏറ്റവും വലിയൊരു തെറ്റായി അവശേഷിച്ചു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് അനശ്വര അറിഞ്ഞത്. അതിലുണ്ടായിരുന്നത്രേ വൈശാഖ് മരിക്കുന്ന ദിവസം വരെ പട്ടിണിയിലായിരുന്നെന്ന്. ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ദിവസങ്ങളായിരിക്കുന്നെന്ന്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ, ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ ആ വലിയ വീട്ടിൽ തനിച്ച്. എത്ര വലിയ പാപമാണ് ഏട്ടനോട് ഞാൻ ചെയ്തത്. ഒരു പക്ഷേ ചെറിയൊരു വിട്ടുവീഴ്ച നടത്തിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇരുന്ന് കരയേണ്ടി വരുമായിരുന്നില്ല. ഓരോന്നോർത്തുകൊണ്ട് അനശ്വര പൊട്ടിക്കരഞ്ഞു. അവൻ അർഹതപ്പെട്ട സ്നേഹം നൽകാൻ ആരും തയ്യാറായില്ല.
ആത്മാർത്ഥമായി വിശ്വസിച്ച കൂട്ടുകാരൻ ചതിച്ചപ്പോൾ താങ്ങും തണലുമാകേണ്ടിയിരുന്ന മറ്റുള്ളവർ എന്തു ചെയ്തു? എല്ലാവരും കുറ്റപ്പെടുത്തലിന്റെ കൂരമ്പുകൾ എയ്ത് മുറിവേൽപ്പിച്ചപ്പോൾ കൂടെ നിന്ന് ആശ്വാസം പകരേണ്ട ഭാര്യയും അവരോടൊപ്പം കൂടി. മോളെ ഒന്ന് കാണാൻ കൂടി സമ്മതിക്കാതെ അവന്റെ അവസാന നാളുകൾ. ആ മനസ്സ് എത്രമാത്രം വേദനിച്ചിരിക്കും. അവൾ ചെയ്തുപോയ കൊടിയ കൊടിയ പാപത്തെ ഓർത്ത് അനശ്വര വിങ്ങിപ്പൊട്ടി. അതിൽ നിന്ന് എന്നെങ്കിലും ഇനി അവൾക്കൊരു മോചനമുണ്ടോ? അടക്കാനാകാത്ത മനസ്സിന്റെ വേദന കണ്ണുനീർ തുള്ളികളായി അടർന്നു വീണു. ഒരു ദിവസം ഉച്ചയ്ക്ക് മോളെ കട്ടിലിൽ ഉറക്കി കിടത്തിയ ശേഷം വൈശാഖിനെ ഓർത്ത് നിലത്തിരുന്ന് പൊട്ടിക്കരയുകയായിരുന്ന അനശ്വരയുടെ മനസ്സിലൂടെ അവൾ ചെയ്തുപോയ തെറ്റിന്റെ വലിയ പാപക്കറകൾ ഓടിപ്പാഞ്ഞുകൊണ്ടിരുന്നു. കൈ രണ്ടും കണ്ണിന്റെ മുകളിൽ വെച്ച് മുഖം പൊത്തിക്കൊണ്ട് അവൾ അവിടെ നിലത്തിരുന്ന് കരഞ്ഞു. ഉച്ച സമയത്ത് തുറന്നിട്ട ജനലിനുള്ളിലൂടെ വന്ന ഇളങ്കാറ്റ് അപ്പോൾ അവളെ തഴുകി തലോടിക്കൊണ്ടിരുന്നു. അതൊരു പക്ഷേ വൈശാഖിന്റെ സ്നേഹമായിരിക്കണം. മരണത്തിനു ശേഷവും സാരമില്ല, പോട്ടെ, വിഷമിക്കല്ലേ എന്ന് അവൻ ആശ്വസിപ്പിച്ചതായിരിക്കും. കാരണം അവളെ ആശ്വസിപ്പിക്കാതിരിക്കാൻ അവന് കഴിയില്ല. അവളെന്ന് വെച്ചാൽ അവന്റെ പ്രാണനായിരുന്നു. ജീവിതം അങ്ങനെയാണ്. എന്ത് തെറ്റിന്റെ പേരിലായാലും നമ്മൾ മറ്റുള്ളവരെ ഒഴിവാക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ആരും ഓർക്കുന്നില്ല നാളെ ഒരുപക്ഷെ ആ തെറ്റ് തിരുത്താൻ അവർ ഈ ഭൂമിയിൽ ഉണ്ടായില്ലെങ്കിലോ എന്ന്. പണം എല്ലാത്തിനും മീതെയാണ്, എന്നാൽ അതിനേക്കാൾ എത്രയോ മുകളിലാണ് മനുഷ്യബന്ധങ്ങൾ. ഈ ലോകത്ത് ഇല്ലാതാവുമ്പോഴേ നമുക്കെല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ ഓരോ മനുഷ്യരും നമുക്ക് എത്രമാത്രം വേണ്ടപ്പെട്ടവരായിരുന്നു എന്ന്.